റോഡ് നവീകരണത്തിന്റെ ഭാഗമായി എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് തകർന്നു വീണു. നഗരത്തിലെ പ്രധാന ജംഗ്ഷനായ എരഞ്ഞിപ്പാലത്ത് ശനിയാഴ്ചയാണ് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ് ചെയ്തത്. ഇതുമൂലം സിഗ്നലിന്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവച്ചു. റോഡിന് വീതി കുറവാണെങ്കിലും വാഹനങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാണ് ഓരോ നഗരത്തിന്റെയും അവസ്ഥ. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് താനും. ഇത് ഒഴിവാക്കാനാണ് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെല്ലാം സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നത്. എരഞ്ഞിപ്പാലം ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു പ്രവർത്തനക്ഷമമാക്കി. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റുകൾ ഓഫാക്കുകയും ചെയ്തു. യാത്രക്കാരുടെ വ്യാപകമായ പരാതി മൂലമാണ് ലൈറ്റുകൾ ഓഫാക്കിയത്. ഇതുകൊണ്ടും തീർന്നില്ല. സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളിലൊന്ന് കത്തി കൊതി തീരുന്നതിന് മുമ്പേ തന്നെ പൊളിഞ്ഞു വീണു. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ തിരിക്കാൻ വേണ്ടത്ര സ്ഥലമില്ല. ഏതെങ്കിലും വലിയ വാഹനങ്ങൾ തിരിക്കുമ്പോൾ വശത്ത് തട്ടി ലൈറ്റ് പൊളിഞ്ഞു വീണു എന്നാണ് പോലീസുകാർ പറയുന്നത്. നഗരത്തിൽ പൊളിഞ്ഞു വീണു കിടക്കുന്ന സിഗ്നൽ ലൈറ്റുകളിൽ ഏറ്റവും അവസാനത്തേതാണ് എരഞ്ഞിപ്പാലത്തെ സിഗ്നൽ ലൈറ്റ്. നഗരത്തിന്റെ വിവിധ ജംഗ്ഷനുകളിൽ 10ഓളം സിഗ്നൽ ലൈറ്റുകളാണ് പ്രവർത്തനക്ഷമമല്ലാതെ പൊളിഞ്ഞു കിടക്കുന്നത്. ഇതൊന്നും എടുത്തുമാറ്റാൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എരഞ്ഞിപ്പാലത്തും പൊളിഞ്ഞു വീണ സിഗ്നൽ ലൈറ്റ് ശാപമോക്ഷം കാത്ത് കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.